സുഹൃത്തുക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അവതരിപ്പിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട കഥയാണ് വിമൽ പുത്രയുടെ മിഥുനലഗ്നം. ആ മിഥുനലഗ്നം തുടങ്ങുന്നത് എങ്ങനെയാണ്? വിമൽ പുത്രയുടെ കഥയിൽ വിമൽ മിത്ര കഥാപാത്രമാണ്, കഥ എഴുതുന്ന ആളുകളാണ്. അദ്ദേഹം തൻ്റെ കഥ എഴുതാനിരുന്നു. രാത്രി സമയത്ത് കഥ എഴുതാനിരുന്നു. രാത്രി 12 മണിയായിട്ടും ഒരക്ഷരം കുത്തി കുറിക്കാൻ പറ്റുന്നില്ല. ആ കഥയിലെ യഥാർത്ഥ നായികയുടെ പേരെഴുതണം. അതിന് സുധമയെന്നോ സുപ്രീതയെന്നോ മനീഷയെന്നോ മാധുരിയെന്നോ എഴുതിയാൽ പോരാ. അവളുടെ യഥാർത്ഥ പേരെഴുതാൻ കമലാദത്ത്, കമല. ഈ പേരെഴുതിയപ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ആരധാരയായി ഒഴുകി. ഇതാ ജയന്തിചന്ദ്ര എക്സ്പ്രസിന്റെ നീണ്ട ചുളമ്പുളി കേൾക്കുന്നു. നേരം ഏതാണ്ട് പുലരാറായി. മന്ദളിരുണ്ട് മതിച്ചൊരു പൂങ്കുയിൽ മമരക്കൊമ്പിൽ ഇരുന്നു പാടി. മന്ദളിരുണ്ട് മതിച്ചൊരു പൂങ്കുയിൽ മമരക്കൊമ്പിൽ ഇരുന്നു പാടി. നഷ്ടസ്വപ്നങ്ങൾ തൻ മാറാല തീർത്തന്റെ നിദ്രാവിഹീനങ്ങൾ അർദ്ധരാത്രിയിൽ അർത്തലച്ചൂട്രയിൽ വന്നു കടന്നു പോയി. ആർദ്രതയില്ല കരിവണ്ടി പനി പോയി. ആ കരിവണ്ടി പോയി. ജീവിതം തന്ന കരിനിഴൽ പാടുകൾ ജീവിതമേകി കലാലോല സ്വപ്നങ്ങൾ. അർത്തലച്ചൂട്രയിൽ വന്നു കടന്നു പോയി. അർദ്ധതയില്ലാത്ത പാതകൾ തണ്ടി ഞാൻ, അർദ്ധതയില്ലാത്ത പാതകൾ തണ്ടി ഞാൻ.